യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ്. കുറേ കാര്യങ്ങൾ ഈ ഒരു സക്സസ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഇതിലെ പല കാര്യങ്ങളും നമ്മളെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അതായത് നമ്മളെ ഫോർഗീവ്നെസ്, സെൽഫ് ലവ്, ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ആ വ്യക്തിക്ക് അച്ചീവ് ചെയ്ത കാര്യങ്ങളെല്ലാം സംഭവിച്ചത് സെൽഫ് ലവും അതോടൊപ്പം തന്നെ ഫോർഗീവ്നെസ്സും പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഈ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു ഓഡിയോ അദ്ദേഹം അയച്ചു തന്ന ഓഡിയോന് ശേഷം ഞാൻ പറയുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ആ ഓഡിയോ കേൾക്കാം. പ്രിയപ്പെട്ട അനുവിന്ദ്, ഞങ്ങളുടെ സ്നേഹം എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയ്ക്ക് സന്തോഷം സന്തോഷം സന്തോഷം. ആദ്യമായി അനുവിന്ദിന് നന്ദി പറയണു. നന്ദി നന്ദി നന്ദി. ഈ പ്രപഞ്ചത്തിനും ഒരുപാട് നന്ദി പറയുന്നു. കൂടാതെ 2 വർഷത്തിലേറെയായി ഒരു വീട് വിൽക്കാനായിട്ട് കിടക്കുന്നു ഞങ്ങളുടെ. ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടു, പറഞ്ഞു പോയി, പക്ഷെ ഒന്നും നടന്നില്ല. അനുവിന്ദിൻ്റെ ഈ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷമിക്കുക എന്നത് ഒരുപാട് ഗുണം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ എല്ലാവരുടെയും പേരെഴുതി ക്ഷമ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ദ്രോഹിച്ച ആളോട് ഒരുപാട് ക്ഷമ ഞാൻ പറഞ്ഞു. ക്ഷമ പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയില്ല, ഞങ്ങളുടെ വീട് വിറ്റു. അതിൽ ഒരുപാട് സന്തോഷം. അനുവിന്ദിനോട് ഒരുപാട് നന്ദിയുണ്ട്. പ്രപഞ്ചത്തോട് ഒരുപാട് നന്ദിയുണ്ട്. കൂടാതെ അതിലൊക്കെ വലിയൊരു അത്ഭുതം എന്ന് പറയാൻ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആൾ ഇന്ന് കാലിൻ്റെ 2 മുട്ടിനും ഓപ്പറേഷനായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ ഞങ്ങൾക്ക് അഡ്വാൻസും കിട്ടി. ഒരുപാട് നന്ദി നന്ദി നന്ദി. തന്നെ ഞാൻ ആ വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഹൃദയം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സക്സസ് സ്റ്റോറി നേടിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഓഡിയോ അയച്ചു തന്നതിന് ഞാൻ നന്ദി പറയണം. ചില കാര്യങ്ങൾ ഞാൻ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ ശരിക്കും ഒരു നിഷ്കളങ്കരായ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നല്ല ഭക്തിയുള്ളതും മറ്റുള്ളവരെ സഹായിക്കണമെന്നും മറ്റുള്ളവർക്ക് നന്മ വരുത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു മഹത്തരമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എന്നാൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യുക. എൻ്റെ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ജോലി സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞാൻ ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. പൊട്ടനെന്നും കഴുതയെന്നും അങ്ങനെ പല അബ്യൂസീവായിട്ടുള്ള വേർഡ്സും എനിക്കെതിരെ വന്നിട്ടുണ്ട്. ശരിക്കും എൻ്റെ കോളേജ് ലൈഫിലെല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. എൻ്റെ കോളേജ് ലൈഫായാലും സ്കൂൾ ലൈഫായാലും എപ്പോഴും എനിക്ക് പേടിയാണ്, എന്നെ ആരെ കളിയാക്കുമോ, അല്ലെങ്കിൽ മീൻസ് അതെല്ലാം കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയത് അവരോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത വ്യക്തികൾ, എന്നെ അടിച്ച വ്യക്തികൾ, ആ ഒരു ലൈഫ് ഉള്ള സമയത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഉൾവലിഞ്ഞു. അതായത് ഒരു ഉൾവലിഞ്ഞ സ്വഭാവക്കാരനായിട്ട് വീണ്ടും എന്നെ മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരെ സംസാരിക്കാൻ പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും തെറ്റ് പറ്റുമോ, പൊട്ടനാവുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പൊട്ടനെ പിന്നെയും വിളിക്കുമോ എന്നുള്ള പേടി കാരണം എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ഒന്നും തന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴാണ് ഞാൻ ഫോർഗീവ്നെസ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടായി. ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാകാൻ തുടങ്ങി. എൻ്റെ സന്തോഷത്തെ ഞാൻ കണ്ടെത്തി. എൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ മുതൽ എനിക്ക് അവരോട് പിന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് എനിക്കെപ്പോഴും ഹാപ്പി ആയിട്ട് അവർക്ക് നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർഗീവ്നെസ് കൊടുക്കുന്നതിലൂടെയാണ്. നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുന്നത് പലരും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, നിങ്ങൾക്കറിയില്ല ഇത്രയും ദുരന്തം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ഈ ഒരു വ്യക്തിയാണെന്ന്. ഞാൻ അവരോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളെ ആന്തരിക സുഖത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നുള്ളത് നിങ്ങൾ ആ വ്യക്തിയായിട്ടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളെ ഹാപ്പിനെസ് അത്രയധികം, നിങ്ങളെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും പ്രാധാന്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഒരു ഒറ്റ കാര്യം നമ്മുടെ മനസ്സിൽ വേണം.
അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കും. പലരും ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്പടം ക്ഷമിക്കില്ല, നമ്മുടെ മനസ്സിൽ നിന്നാണ് ക്ഷമിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടേണ്ട വന്നേക്കാം, എന്നാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫോഗിനെസ് എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ട ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇമോഷണലായി സംസാരിക്കും. നേരെ മറിച്ച് ഫോഗിനെസ് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി തന്നെ ആ വ്യക്തിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിയിട്ട് സംസാരിക്കാനും കഴിയുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയത്. രണ്ടാമതായുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ച സമയത്ത് എൻ്റെ മുന്നിൽ തന്നെ ആ വ്യക്തികൾ പരാജയപ്പെടുന്നു, മീൻസ് അവർ വേദന അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയത് ഇതൊരു യൂണിവേഴ്സ് ലോ ആണ്, ലോ ഓഫ് കർമ്മ എന്ന് പറയും. അതായത് ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിൻ്റെ ഫലം അവനെ അനുഭവിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു വിഡിത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തി നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവെഞ്ച് നമ്മൾ ഏറ്റെടുക്കും, അതിനെ ഞാൻ പ്രതികാരം ചെയ്യും, ആ വ്യക്തിയോട് അവനോട് ഞാൻ പ്രതികാരം ചെയ്യും. ഇത് കാരണം അതിന് ദൈവത്തിൻ്റെ സ്ഥാനം ഇല്ലാതാവും, അല്ലെങ്കിൽ ദൈവം അതിൽ ഇടപെടില്ല. നമ്മൾ തന്നെ അഹങ്കാരം ഉണ്ടാകുന്നില്ല പറയുന്നത് ഞാൻ അവനെ പ്രതികാരം ചെയ്യും അല്ലെങ്കിൽ അവളോട് പ്രതികാരം ചെയ്യുന്നുള്ള. നമ്മൾ ക്ഷമിക്കുന്ന സമയത്ത് ഞാനൊരു പുസ്തകത്തിലോ ഏതൊരു വീഡിയോയിലോ പുസ്തകത്തിലോ വായിച്ചൊരു കാര്യമാണ്, നീ അവനോട് ക്ഷമിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി ദൈവം ആയുധമെടുക്കുന്നുള്ളത്. നീ ആ വ്യക്തിയോട് ക്ഷമിക്കുന്ന സമയത്ത് ദൈവം നിനക്ക് വേണ്ടി അവനെതിരെ ആയുധമെടുക്കുന്നുള്ള കാര്യം. സത്യത്തിൽ അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്, എന്നെ എതിർത്ത വ്യക്തികളിൽ നിന്ന് തന്നെ തകരുന്നത്. പക്ഷേ ആ തകർച്ചയിൽ പോലും ഞാൻ സന്തോഷിച്ചില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവരറിയാതെ ചെയ്ത തെറ്റാണ്, അന്നേരം അവരോട് ക്ഷമിക്കുക, അവരെ അറിവില്ലായ്മയായിരിക്കും എന്നോട് അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം ഞാൻ അവരോട് ക്ഷമിക്കുകയും ചെയ്തു. അവരോട് പിന്നെ ദേഷ്യമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ഉയർച്ചയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഹാപ്പിനെസ്സാണ്. ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു വ്യക്തിയുമായി ശാരീരിക മാനസികമായിട്ടും ബന്ധം സ്ഥാപിക്കുന്നത്. ആ ഒരു ഇന്നർ ഹാപ്പിനെസ് വേണമെങ്കിൽ, ആ ഒരു ആന്തരിക സുഖം വേണമെങ്കിൽ നമ്മൾ ആ വ്യക്തികളോട് ക്ഷമിക്കുക, നമ്മൾ നന്മ മാത്രം പറയുക, നന്മ മാത്രം പ്രവർത്തിക്കുക. അതിലൂടെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും സംശയങ്ങളും തന്നെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം വാട്സപ്പ് വഴി. ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് അതിനെല്ലാം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. കഴിയുന്നതും നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓഡിയോസ് പലരുടെയും ലെങ്ത് ആകുന്നുണ്ട്, ചിലപ്പോൾ 10-15 മിനിറ്റുള്ള ഓഡിയോ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ജോലിയും ബിസിനസ്സും കാര്യങ്ങളും അന്നേരം അത് മുഴുവനായിട്ട് കേൾക്കുന്നില്ല. നിങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള ടെക്സ്റ്റായിട്ട്, ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്.